ചെറുപുഴ ബസ് സ്റ്റാൻഡ് മുതൽ ചിറ്റാരിക്കാൽ ഭാഗത്തേക്ക് പോകുന്ന പുതിയ പാലം വരെയുള്ള റോഡിന്റെ ഇരു സൈഡിൽ സ്ഥാപിച്ച തെരുവുവിളക്കുകളാണ് കത്താതെയായിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂദാനം ഉന്നതിയിലേക്കുള്ള റോഡിലേക്ക് സ്ഥാപിച്ച ഇലക്ട്രിക് ലൈനിന്റെ തെരുവുവിളക്കുകളും കത്തുന്നില്ല. പുഴത്തീരം കൂടി ആയതുകൊണ്ട് ഈ മേഖലയിൽ വിഷപ്പാമ്പുകളുടെ വലിയ ശല്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 8ലധികം പാമ്പുകളെയാണ് ഈ പ്രദേശത്ത് കണ്ടെത്തിയിരിക്കുന്നത്. വെള്ളിക്കട്ടൻ, മൂർഖൻ, മണ്ഡലി മുതലായ പാമ്പുകളെയാണ് ദിവസവും പോകുന്ന യാത്രക്കാർ കാണുന്നത്. ഇന്ന് ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് തന്നെ ഒരു പാമ്പിനെയും കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ പാമ്പുകളുടെ ഉൾപ്പെടെ വലിയ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് തെരുവുവിളക്കുകളൊന്നും കത്താതെയായിട്ടുള്ളത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ലൈറ്റുകളാണ് തകരാറായത്. പടിഞ്ഞാത്ത് ട്രാൻസ്ഫോമറിൽ സ്ഥാപിച്ച ടൈമറിന്റെ തകരാറ് മൂലമാണ് ലൈറ്റുകൾ കത്താത്തത്. ഇത് പലതവണ ചെറുപുഴ KEC സെക്ഷൻ ഓഫീസിൽ അറിയിച്ചെങ്കിലും അധികൃതർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ ഈ ലൈറ്റ് ശരിയാക്കാനോ തയ്യാറായിട്ടില്ല. പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498